നമസ്കാരം. ഇന്ന് വൈകുണ്ഠ ഏകാദശിയാണ്. ഏകാദശി ആചരിക്കുന്നവർ തന്നെയാണ് ഏവരും. ഇന്നേ ദിവസം അതിനാൽ ഭഗവാനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇന്നേ ദിവസം നിങ്ങൾ വ്രതം എടുക്കുന്നവരോ എടുക്കാത്തവരോ ആയിക്കൊള്ളട്ടെ, ഞാൻ ഇനി പരാമർശിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ വീടുകളിൽ ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നതാണ്. ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരുടെ വീടുകളിൽ മാത്രം ഇന്നേ ദിവസം കാണുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ് പ്രധാനപ്പെട്ടതായ ചില ജീവികളുടെ സാന്നിധ്യം. അതുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേകമായ ഫലങ്ങളും പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ വീടിന്റെ പരിസരത്തും ഇപ്രകാരം ജീവികൾ വരുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്. അത് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിൻ്റെ, കൈ പിടിച്ചുയർത്തുന്നതിൻ്റെ സൂചനയാകാം. നിങ്ങൾ അത്രമേൽ പ്രയാസങ്ങളിൽ കിടക്കുന്ന വ്യക്തികളാകാം, അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നേരിടുന്ന വ്യക്തികളാകാം. എന്നാൽ അതിനെല്ലാം അറുതി സംഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ഏതെല്ലാമാണ് ആ ജീവികൾ എന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇന്നേ ദിവസം ഭഗവാന്റെ നാമങ്ങൾ പറയുന്നത് പോലും അത്രമേൽ വിശേഷമാണ്. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. അതിൽ ആദ്യത്തേതായ പക്ഷി മയിലാണ്. മയിലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം എല്ലാ വീടുകളിലും മയിലിനെ കാണണം എന്നില്ല. ചില കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കാൻ സമയമായി കഴിഞ്ഞാൽ മയിലിന്റെ സാന്നിധ്യം ആ വീടുകളിൽ ഉണ്ടാകും. അതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുക. അതിൽ ആദ്യത്തേത് ശത്രുക്കളുടെ നാശമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ശത്രുക്കൾ, അവർക്ക് ജീവിതത്തിൽ തിരിച്ചടികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ അവർ പരാജയപ്പെട്ടു തുടങ്ങുന്നു എന്ന് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സൂചനയായി അർത്ഥമാക്കാം. രണ്ടാമത്തേതായ കാര്യം, ഈ ശത്രുദോഷം അകലുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നല്ല സമയങ്ങൾ, ഓർത്തിരിക്കാൻ സാധിക്കുന്ന നല്ല സമയങ്ങൾ കടന്നു വരാൻ പോകുന്നു. ജീവിതത്തിൽ ഉയർച്ചയുടെ പടവുകൾ നിങ്ങൾ താണ്ടാൻ പോകുന്നു എന്ന സൂചനയുമാണ്. മറ്റൊന്ന് പ്രാവാണ്. പ്രാവ് വീടുകളിൽ വരികയാണ് എങ്കിൽ ആ വീടുകളിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. അതിൽ ആദ്യത്തേത്, ആ വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ ഐക്യം വർദ്ധിക്കും, സന്തോഷം വർദ്ധിക്കും. അതിനാൽ തന്നെ ആ വീട്ടിൽ വളരെയധികം പോസിറ്റീവായ ഊർജം നിറഞ്ഞു നിൽക്കും. പ്രത്യേകിച്ചും ഭഗവാന്റെ ചൈതന്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഏറ്റവും ശുഭ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം, ജീവി എന്ന് പറയുന്നത് ഉപ്പനാണ്. ഉപ്പനെ കുറിച്ച് നിരവധിയാർന്ന കാര്യങ്ങൾ പറയുവാൻ സാധിക്കും. ഉപ്പൻ ഒരു വീട്ടിലേക്ക് വെറുതെ വരില്ല എന്ന് നിശ്ചയമായും പരാമർശിക്കുവാൻ സാധിക്കും. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹമുള്ള വ്യക്തികളുടെ വീട്ടിൽ മാത്രമേ ഉപ്പൻ വരൂ. അതിനാൽ ഉപ്പൻ വീട്ടിൽ വരുന്നു എങ്കിൽ അത് ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യങ്ങളുടെ സൂചനയാണ്. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു, കർമ്മങ്ങൾ സംഭവിക്കാം, ഐക്യം വർദ്ധിക്കുന്നു, ധനനേട്ടങ്ങൾ, അത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ പറയാം. ഇതിൽ ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു അത് നിങ്ങളുടെ പ്രവൃത്തി അനുസരിച്ച് ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. അണ്ണാനെ ഇന്നേ ദിവസം കാണുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്തെയും ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന സൂചനയാണ്. അതിനാൽ തന്നെ എത്ര ദുരിതപൂർണമായ അവസ്ഥയിലാണ് എങ്കിലും ആ വീട്ടിൽ സന്തോഷം നിലനിൽക്കും. ആ വീട്ടിലേക്ക് കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു. ഭഗവാൻ തന്നെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക.
ഉറുമ്പുകളെ വീടുകളിൽ പലപ്പോഴും കാണുന്നതാണ്. എന്നാൽ ഈ പരാമർശിക്കുന്ന ഉറുമ്പ് വീട്ടിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. അത് കറുത്ത ഉറുമ്പാണ്. കറുത്ത ഉറുമ്പിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. കാരണം ഒരു വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നു എന്നാണ് പറയുക. ഇന്നേ ദിവസം നിങ്ങളുടെ വീട്ടിൽ കറുത്ത ഉറുമ്പിനെ കാണുകയാണ് എങ്കിൽ അത് ശുഭ സൂചകം തന്നെയാണ്. ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവന്നിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് പ്രകടമാകുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നും അർത്ഥമാക്കാം. പ്രധാനമായും കറുത്ത ഉറുമ്പുകൾ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിലൂടെ കടന്നു വരുന്നതായി കാണുവാൻ സാധിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി കണക്കാക്കുന്നു. കൂടാതെ ഇന്നേ ദിവസം ആമയെ കാണുകയാണ് എങ്കിൽ, അതായത് വളരെ അപൂർവമായി മാത്രമേ ആമയെ കാണുവാൻ സാധിക്കൂ. അത്തരത്തിൽ ആമയെ ഇന്നേ ദിവസം കാണുവാൻ സാധിക്കുകയാണ് എങ്കിൽ വാഹന യോഗമാണ് ഫലം. വാഹനങ്ങൾ വാങ്ങുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു, തടസ്സങ്ങൾ ഒഴിയുന്നു എന്ന സൂചനയാണ്. മറ്റൊന്ന് 3 പല്ലികളുമായി ബന്ധപ്പെട്ടാണ്. അതായത് പല്ലികളെ വീടുകളിൽ കാണുന്നു എങ്കിൽ അതിലൂടെ അർത്ഥമാക്കേണ്ടത് ആ വീടുകളിൽ സാക്ഷാൽ മഹാലക്ഷ്മി പ്രീതിയുണ്ട് എന്നാണ്. അത് 3 സാഹചര്യങ്ങളിലാണ് പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുക. ആദ്യത്തേത് അടുക്കളയിൽ 3 പല്ലിയെ കാണുക എന്നതാണ്. മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ഇടം കൂടിയാണ് അടുക്കള. രണ്ടാമത്തേതായ സ്ഥലം പൂജാമുറിയാണ്. പൂജാമുറിയിലും കൂടാതെ പ്രധാന വാതിലിലും അല്ലെങ്കിൽ നിങ്ങളുടെ തുളസിത്തറയിലാണ് എങ്കിലും തുളസികൾക്കിടയിലാണ് എങ്കിലും 3 പല്ലികളെ കാണുവാൻ സാധിക്കുന്നു എങ്കിൽ മഹാലക്ഷ്മി ദേവി ആ വീടുകളിൽ പ്രവേശിച്ചിരിക്കുന്നു. അമ്മയുടെ സാന്നിധ്യം ഉള്ളതിനാൽ തന്നെ ആ വീടുകൾ ഉയരാൻ പോകുന്നു. ആ വീട്ടിൽ എത്രയും വേഗം നേട്ടങ്ങൾ കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും എന്നതാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ശരിയായ പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നും നിങ്ങൾ അതിലൂടെ തന്നെ മുന്നോട്ട് പോയി നേട്ടങ്ങൾ കൊയ്യണം എന്നും അർത്ഥമാക്കാം. കീരി എന്ന് പറയുന്ന ജീവിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. സാക്ഷാൽ കുബേരദേവൻ, ധനത്തിന്റെ അധിപനായ കുബേരദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ജീവിയാണ് കീരി. കീരിയെ നിങ്ങളുടെ വീടിന്റെ വടക്ക് കാണുകയാണ് എങ്കിൽ, പ്രത്യേകിച്ചും കാണുകയാണ് എങ്കിൽ അത് സൗഭാഗ്യമായാണ് കണക്കാക്കുന്നത്. വീടുകളിൽ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. പല വഴികളിലൂടെ പണം വരുന്നു. പല വഴികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ധനമാകാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ധനമാകാം. ധന നേട്ടങ്ങളാണ് കീരിയെ കാണുന്നതിലൂടെ ഫലമായി പറയുവാൻ സാധിക്കുന്നത്. വടക്ക് എന്ന ദിശയ്ക്ക് പ്രാധാന്യമുണ്ട്. കാരണം കുബേരദേവനുമായി ബന്ധപ്പെട്ട് പറയുന്ന കുബേരദേവന്റെ ദിശ തന്നെയാണ് വടക്ക്. അതിനാൽ തന്നെ വടക്ക് ദിശയിൽ കാണുന്നത് ഇരട്ടി നേട്ടമാണ്. സർവദേവത സാന്നിധ്യവുമുള്ള പശുവിനെ വീടുകളിൽ കാണുന്നതും നിങ്ങളുടെ പറമ്പിൽ ഇന്നേ ദിവസം വരുന്നതും ഭഗവാന്റെ സാന്നിധ്യത്തെ, ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നു. പൂച്ച, പ്രത്യേകിച്ചും ഇന്നേ ദിവസം പുതിയൊരു പൂച്ച നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ് എങ്കിൽ അത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ഉയർച്ച, ഐശ്വര്യവർദ്ധനവ്, ആരോഗ്യപരമായ നേട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഉയർച്ച തന്നെയാണ് വന്നു ചേരുക. മറ്റൊന്ന് ധാരാളം പൂമ്പാറ്റകളാണ്. ധാരാളം പൂമ്പാറ്റകളെ കാണുവാൻ സാധിക്കുന്നു എങ്കിൽ സന്തോഷം നിങ്ങളുടെ വീട്ടിൽ കുടിയിരിക്കുന്നു എന്ന സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് നിസ്സംശയം പറയാം. ദുഃഖത്തിലാകാം, അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ആകുലതകളുണ്ടാകാം. എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്യുവാനും സന്തോഷം നിങ്ങളുടെ ജീവിതത്തേക്ക് നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നു എന്ന സൂചനയാണ്. തത്ത മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന പക്ഷി. അതിനാൽ തത്തയെ കാണുകയാണ് എങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ ആഗമനത്തെ നമുക്ക് അർത്ഥമാക്കാം. മഹാലക്ഷ്മി ദേവി വീടുകളിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നോ, അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം, ചൈതന്യം വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു, അതായത് നിങ്ങളുടെ ഭവനങ്ങളിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കാം.
അതിലൂടെ ധനനേട്ടങ്ങൾ, മാനസികപരമായ ഐക്യം, സന്തോഷം, പോസിറ്റീവായ ഊർജം തന്നെയാണ് ആ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. മഞ്ഞക്കിളിയെ കാണുകയാണ് എങ്കിൽ സന്തോഷകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്താം. അപ്രതീക്ഷിതമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങൾ വന്നു ചേരാം. നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ അനുകൂലമാകുന്നതുമാകാം. അത്തരം കാര്യങ്ങളും സംഭവിക്കാം. മറ്റൊന്ന് മൈനയാണ്. 2 മൈനയെ ഒരേ സമയം ഇന്നേ ദിവസം നിങ്ങൾ കാണുകയാണ് എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു എന്നുള്ളതാണ്. ശുഭവാർത്തകൾ കേൾക്കാം, അവസരങ്ങൾ തേടിയെത്താം. ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമാകാവുന്ന പല കാര്യങ്ങളും സംഭവിക്കാം എന്ന് ചുരുക്കി പറയാം. ഈ പരാമർശിച്ചിരിക്കുന്ന ജീവികളെ, പക്ഷികളെ കാണുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമാണ്. നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്ത വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഈ ഒരു വഴിപാട് ഏവരും നടത്തുവാൻ ശ്രദ്ധിക്കുക. ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങുക. നിങ്ങളെ ഉയർച്ചയ്ക്കുള്ള സമയം ആഗതമായിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം.